മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിടുതൽ അല്ലെങ്കിൽ ഡെലിവറൻസിൻ്റെ മുഖവരിയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവസൃഷ്ടിയിൽ ഏറ്റവും മകുടമായിട്ട് സൃഷ്ടിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. നീ അവനേക്കാൾ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ച് വെച്ചിരിക്കുന്നു. ഇത് സങ്കീർത്തനം 8 വാക്യമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടി ഏറ്റവും ബെസ്റ്റ് ഒരു ഹെവൻസ് മാസ്റ്റർ പീസ് ആയിരുന്നു. അതിനകത്ത് 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. മനുഷ്യൻ്റെ ഘടകത്തിനകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം പല പ്രാവശ്യങ്ങളിൽ പല മെസ്സേജുകൾ വഴി നിങ്ങൾ കേട്ടിരിക്കും. മനുഷ്യനെ ഒരാത്മാവ് ഉണ്ടാക്കി, ആത്മാവ് അവൻ്റെ ശരീരത്തിൽ, അവൻ്റെ ശരീരം ഉണ്ടാക്കി അതിനകത്ത് ആത്മാവിട്ടു. അവന് ജീവൻ വന്നു, ജീവനൂതി അവനിൽ ജീവശ്വാസം വന്നു. അങ്ങനെ മനുഷ്യനൊരു ലിവിങ് സോളായി എന്നുള്ളതാണ് പറഞ്ഞത്. അന്നേരം ഒരു കാര്യം മനസ്സിലാക്കേണ്ട, അവൻ്റെ ശരീരം എപ്പോഴും വേൾഡ് കോൺഷ്യസ് ആയിരിക്കും. അവൻ്റെ ശരീരം എപ്പോഴും ഈ ലോകപരമായിട്ട് റിലേറ്റ് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അവൻ്റെ സോൾ, അവൻ്റെ മനസ്സ് അല്ലെങ്കിൽ ദേഹി എന്ന് പറയുന്നത് സെൽഫ് കോൺഷ്യസ് ആയിരിക്കും. അവനെക്കുറിച്ച് തന്നെ ഉള്ള ഒരു കോൺഷ്യസ്, അവൻ്റെ മനസ്സിനെക്കുറിച്ച്, മനസ്സിനകത്താണല്ലോ ചിന്തയും വികാരവും ഇൻ്റലിജൻസും ഒക്കെ ഇരിക്കുന്നത്. ആത്മാവെന്ന് പറയുന്നത് ദൈവവുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരുപാട് സമ്പത്തുള്ള മനുഷ്യരും ജീവിതത്തിൽ എല്ലാ രീതിയിലും ഇൻ്റലക്ച്വലായിട്ടും അല്ലെങ്കിൽ വലിയ ഗവേഷണം നടത്തുന്ന ആളുകളും പോലും തന്നെ ചില സമയങ്ങളിൽ ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ നിരാശയിലിരിക്കുന്ന കാര്യം കാരണം ദേ ആർ നോട്ട് കണക്റ്റഡ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് അവർ കണക്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ അടുത്ത കാലങ്ങളിലായിട്ട് ഉള്ള ചില റിസർച്ചുകളിലൊക്കെ ചില ചാനലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ദൈവം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനൊരു ആത്മാവുണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. മരിച്ചു കഴിഞ്ഞത് 2 മണിക്കൂറോ 3 മണിക്കൂറിലോ അവനിലുള്ള ചെറിയ സ്പന്ദനങ്ങളിൽ ആത്മാവ് വിട്ടുപോകുന്നതാണെന്നും പറഞ്ഞ് റിസർച്ച് നടത്തി കഴിഞ്ഞ ദിവസം സയൻറ്റിസ്റ്റ് ഇട്ടിരിക്കുന്നു. അവനിലൊരു ആത്മാവുണ്ടെന്ന്, നശിക്കാത്തൊരു ആത്മാവുണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതൊക്കെ ഞാൻ പറയുന്നതല്ല, ശാസ്ത്രം പറയുന്നതാണ്. ഇതൊക്കെ അനേകം വർഷങ്ങൾക്ക് മുമ്പ് തിരുവചനത്തിൽ നമ്മളോട് എഴുതി പിടിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും ശാസ്ത്രം കണ്ടുപിടിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു സ്പിരിറ്റുണ്ട്, ഒരു സോളുണ്ട്, ഒരു ബോഡിയുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് അവൻ്റെ ആത്മാവിനുള്ള വിടുതലും അവൻ്റെ സോളിനുള്ള വിടുതലും ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ബോഡിക്ക് വിടുതൽ കൊടുക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഓക്കെ, എന്നാൽ ഇന്ന് അത് കെട്ടപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യന് സ്വാതന്ത്ര്യമില്ല, അവന് സ്വാതന്ത്ര്യം വേണം. അതിനുവേണ്ടി അവൻ വെയിറ്റ് ചെയ്യുന്നു. ശരീരം എല്ലാം നഷ്ടപ്പെട്ടു പോകും, ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. ഒന്നുകിൽ ഇറ്റ് ഈസ് ഫോർ എറ്റേണൽ ബ്ലെസ്സിങ്, അല്ലെങ്കിൽ ഫോർ എറ്റേണൽ ഡിസ്ട്രക്ഷൻ. ഒന്നുകിൽ അത് അധമ പാതാളത്തിലായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രസൻസിലായിരിക്കും. ഫാദർ ഓഫ് സ്പിരിറ്റ് എന്നാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. ഫാദർ ഓഫ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മാവിനെ തന്നത് ദൈവമാണ്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക, ആത്മാവിനെ തന്ന ദൈവമാണ്. എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലെ നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോകുന്നുവല്ലോ. ഇത് ശിക്ഷയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ലോകത്തിൽ ജനിപ്പിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മളെ ശിക്ഷിച്ചപ്പോൾ അവരെ അനുസരിക്കുകയും വണങ്ങിപ്പോവുകയും ചെയ്യുന്നു. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലേ? അന്നേരം അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ആത്മാവിന്. ഇത് ഞാൻ കമ്പാരിസൺ എടുക്കുകയാണ്. നമ്മളിത് ഈ ഡെലിവറൻസിൻ്റെ ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. നമ്മൾ ഡെലിവറൻസിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതങ്ങൾ നടക്കേണ്ടതെന്നുള്ളത് ചിന്തിക്കുകയാണ്. ഒരു ആത്മാവിന് തരുന്നത്, ഫാദർ ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവമാണ് നമുക്ക് ശ്വാസം തന്നത് എന്ന് കാണുന്നു. അത് മാത്രവുമല്ല, ദൈവത്തിന് ആഗ്രഹമുണ്ട് നമ്മുടെ ശരീരവും നമ്മുടെ ദേഹിയും ആത്മാവും വിശുദ്ധമായി കാണപ്പെടണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. 1 തെസ്സലോനിക്കർ 5:23 പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. നമ്മൾ ഈ വാക്യം പല പ്രാവശ്യങ്ങളിൽ നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യും. കാരണം നമ്മുടെ മെയിൻ ത്രസ്റ്റ് ഇതാണ്, ഈ വാക്യമാണ്. 1 തെസ്സലോനിക്കർ 5:23
സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കട്ടെ. അതായത് ഈ സമാധാനം വരാനായിട്ടുള്ള ഒരാവശ്യം നമുക്കുണ്ട്. ഓക്കെ, നമ്മൾ ബോണ്ടേജിലായിരിക്കുമ്പോൾ നമുക്ക് സമാധാനമില്ല. കാരണം നമ്മുടെ മനസ്സിനും സമാധാനമില്ല, ശരീരത്തിനും സമാധാനമില്ല. അതുകൊണ്ട് ദൈവം അവിടെ ഇടപെടണം. ദൈവം ആത്മീയമായിട്ടുള്ള കാര്യമാണ്, സ്പിരിറ്റാണ്. അതായത് സ്പിരിറ്റ് അവിടെ ഇടപെടുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ സമാധാനത്തിന് ദൈവം തന്നെ നമ്മളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും, ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നീ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് പോകാതെ ഇവിടെ ജീവനോടെ. തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുമ്പോഴേ പൗലോസ് എഴുതുമ്പോൾ അവരെല്ലാം കാത്തിരുന്നാണ് കർത്താവ് അപ്പം തന്നെ വരുമെന്നുള്ളത്. കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി അവർ കാത്ത് വെയിറ്റ് ചെയ്യുന്ന ഒരാൾക്കാരായിരുന്നു തെസ്സലോനിക്ക സഭ. അതുകൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ഇത് മൂന്നും അനന്യമായി കാക്കപ്പെടുമാറാകട്ടെ. ആരാണ് കാക്കുന്നത്? ദൈവമാണ് കാക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയിലുള്ളതാണ് ആ കാക്കുന്നത്. നമ്മൾ ഈ വിശുദ്ധീകരണത്തെക്കുറിച്ച് ഇതിനകത്ത് ഇനി വീണ്ടും നമ്മൾ പറയുമ്പോൾ ഈ വാക്യം നമ്മൾ കുറച്ചുകൂടെ എക്സ്പോസിറ്ററി ആയിട്ട് അന്നേരം പറയാം. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനെ നിവർത്തി. എന്താണ് നിവർത്തിക്കുന്നത്? നിങ്ങളുടെ ശരീരവും പ്രാണനും ദേഹവും ഒരു ബ്ലെമിഷുമില്ലാതെ ബ്ലെയിംലെസ് ആയിട്ട് പ്രിസർവ് ചെയ്യും എന്നുള്ള ഒരു പ്രോമിസാണ് ദൈവം ഇവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ പ്രോമിസാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ശരീരത്തിൽ ദൈവം ഇട്ടിരിക്കുകയാണ്. ഈ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ദേഹിയും ദേഹവും അതിനോട് ചേർത്ത് നമ്മളെ ശുദ്ധീകരിക്കപ്പെടും. നമുക്ക് പഴയ നിയമത്തിലേക്ക് എടുത്തു നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിനകത്താണ് പിശാച് വന്ന് ആദാമിനെ ഹവ്വയെ തെറ്റിച്ച് ആ ബോണ്ടേജിലേക്ക് വരുന്നത്. ഓക്കെ, ആ ബോണ്ടേജിലായ മനുഷ്യനെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കി. അവൻ പുറത്തു വന്നു, അവൻ കഷ്ടതയോടുകൂടി ജീവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ദൈവം അതിൽ നിന്ന് ചില ആളിലെയൊക്കെ തിരഞ്ഞെടുക്കുന്നു. പിന്നീട് ഉള്ള മെയിൻ തിരഞ്ഞെടുപ്പ് അബ്രഹാമിനെയാണ്. അബ്രഹാമിനെ തിരഞ്ഞെടുത്തു, അവനെ ഒരു ജാതിയാക്കി മാറ്റി. വലിയ നമ്പറായി വീണ്ടും ചില ആളുകൾക്കൊക്കെ ചില പ്രൊവിഷനും ഫ്രീഡം ഉണ്ടെങ്കിലും ദൈവസന്നിധിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് വീണ്ടും എന്താ സംഭവിച്ചത്? ഫറവോൻ്റെ അടിമത്തത്തിലായി. ആ അടിമത്തത്തിൽ നിന്ന് ദൈവം രക്ഷിക്കുന്നതായിട്ട് കാണുന്നു. ഞാൻ ചുരുക്കി പറയാണ്, അവിടെയും ദൈവം രക്ഷിക്കുകയാണ്, മനുഷ്യനെ രക്ഷിക്കുകയാണ്. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട അബ്രഹാമിന് കൊടുത്ത പ്രോമിസിൽ കൂടി തിരഞ്ഞെടുക്കപ്പെട്ട വലിയൊരു ജാതി, ആ ജാതി വീണ്ടും ബോണ്ടേജിലായപ്പോൾ അവരെ വിടുവിക്കുകയാണ്. ദൈവം കാലാകാലങ്ങളിൽ ഈ ബോണ്ടേജിൽ നിന്ന് അവരെ വിടുവിക്കാനായിട്ട് ന്യായാധിപന്മാരെ വെച്ചു, രാജാക്കന്മാരെ വെച്ചു, അവരെ ഗൈഡ് ചെയ്യാൻ പ്രവാചകന്മാരെ വെച്ചു, ദൈവത്തിൻ്റെ വചനം അവർക്ക് കൊടുത്തു. ഇങ്ങനെ അവരെ പല സമയങ്ങളിലായിട്ട് വിടുവിച്ച് കൊണ്ടുവരികയാണ്. എന്നാലും മനുഷ്യൻ ആ ബോണ്ടേജ് തന്നെയാണ് ഇരിക്കുന്നത്. കാലത്തിൻ്റെ ദൈവമെങ്കിൽ യേശു വന്ന് ഈ ഇരുട്ടിൽ സഞ്ചരിച്ച ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്തദിവസത്തിൽ പാർത്തരുടെ മേൽ പ്രകാശം ശോഭിച്ചു. അങ്ങനെ യേശു ലോകത്തിൽ വന്ന് ദൈവത്തിൻ്റെ പ്രകാശം ഈ ലോകത്തിൽ പരത്തി. അത് ഒരു കൃപായുഗ, യേശുവിൻ്റെ മരണത്തോടുകൂടി, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റോടുകൂടി ഒരു കൃപായുഗത്തിൻ്റെ ഓപ്പണിങ് ദൈവം നമുക്ക് വേണ്ടി തന്നു. ഒറ്റയൊരു കണ്ടീഷനാണ്, അബ്രഹാം ചെയ്ത അതേ കണ്ടീഷനിലേക്ക് തിരിച്ചെത്തുകയാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് പറഞ്ഞ പോലെ വിശ്വാസത്തിൽ കൂടിയുള്ള വിടുതൽ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അത് ഏദൻ തോട്ടത്തിൻ്റെ ആ അനുഭവം മനോഹരമായിരുന്നു. എന്താണ്? പാപമില്ലാത്ത അവസ്ഥയായിരുന്നു. പാപമില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഏദൻ തോട്ടത്തിൽ ജീവിച്ചത്. എന്നാൽ പാപത്തിന് അടിമയായി മനുഷ്യൻ, പാപം ലോകത്തിലേക്ക് കടന്നതുകൊണ്ട് പിന്നീടുള്ള സമയങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പാപത്തിന് അടിമയായപ്പോൾ അവൻ്റെ ആത്മാവ് ഇരുണ്ടുപോയി.
എഫേസ്യർ 4:17, 18, 19 വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഞാൻ ഇനിയുള്ള തുടർമാനമായിട്ട് ബൈബിളിൽ നിന്നുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധയോടുകൂടിയിരിക്കണം. കാരണം ഈ വാക്യങ്ങളിലെല്ലാം തന്നെ എങ്ങനെയാണ് പാപത്തിൻ്റെ മനുഷ്യനെ ബോണ്ടേജ് ആക്കുന്നതെന്നുള്ള ചില വാക്യങ്ങളാണ് വായിക്കുന്നത്. പാപം മനുഷ്യനെ എങ്ങനെ ബോണ്ടേജിൽ ആക്കുന്നു എന്നുള്ളത്. എഫേസ്യർ 4:17, 18, 10. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നതെന്നാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങളിനി നടക്കരുത്. ജാതികളെക്കുറിച്ച് പറയുന്നതാണ് എഫേസ്യർ ലേഖനത്തിൽ. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം, എന്നുവെച്ചാൽ അവരുടെ അന്ധബുദ്ധികളായി, ഇഗ്നോറൻസ്, അജ്ഞാനം നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തത്തിന് ദൈവത്തിൻ്റെ ജീവനിൽ നിന്നകന്ന് മനം തഴമ്പിച്ചു പോയാൽ ആകയാൽ അത്യാഗ്രഹത്തോട് സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ദുഷ്കാമത്തിന് അവർ അന്ധബുദ്ധികളായി, അണ്ടർസ്റ്റാൻഡിങ് ഡാർക്കൻഡ്, ബീയിങ് എലിനേറ്റഡ് ഫ്രം ദ ലൈഫ് ഓഫ് ഗോഡ് ത്രൂ ഇഗ്നറൻസ് ബിക്കോസ് ഓഫ് ദ ബ്ലൈൻഡ്നെസ് ഓഫ് ഹാർട്ട്. അവരുടെ ഹൃദയമാണ് ബ്ലൈൻഡായിപ്പോയി. അത് കാരണം എന്താണ്? ഹൃദയ കാഠിന്യം വന്നു. ഈ പാപം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പാപത്തിൽ നിന്ന് മാറാനായിട്ട് വലിയ പ്രയാസമാണ്. കാരണം പാപം ഹൃദയകാഠിന്യം കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അത് ഞാൻ റിപ്പൻറ്റൻസിനെ കുറിച്ച് ഇനിയും നമ്മൾ സംസാരിക്കുമ്പം ഈ ഭാഗം വീണ്ടും കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. നമ്മളെങ്ങനെയാണ് നമ്മുടെ ഓൾ ബീയിങ് കറപ്റ്റഡ് ആയെന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് എടുത്ത് പറയുന്ന ഭാഗങ്ങളാണ്. നമ്മുടെ സ്പിരിറ്റ് ഡാർക്കൻഡായി. ഇവിടെ എങ്ങനെയാണ് അന്ധബുദ്ധി ആയി, അജ്ഞാനം നിമിത്തം വീണ്ടും വീണ്ടും പാപം ചെയ്തപ്പോൾ ഹൃദയകാഠിന്യം നിമിത്തം ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നു. എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തെ സുഖിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അങ്ങ് എൻജോയ് ചെയ്യണം. ഇവിടെ ഡെലിവറൻസിന് വരുന്ന, പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെന്താ കൂടുതലും ആവശ്യപ്പെടുന്നത്? ശരീരത്തിൻ്റെ ഡെലിവറൻസ്. എന്തിനാണ് ശരീരത്തിൻ്റെ ഡെലിവറൻസ് കൂടുതൽ ആവശ്യപ്പെടുന്നത്? വീണ്ടും പാപം ചെയ്യാനായിട്ട്. ഹല്ലേലൂയ. പാപം ചെയ്യാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും ശരീരത്തിൻ്റെ ഡെലിവറൻസ് ചോദിക്കുന്നത്. എന്നാൽ ഇവിടെ ആത്മാവ് ഹൃദയം ഡാർക്കൻ ചെയ്തുകൊണ്ടാണ് നീ ഇന്ന് നിൻ്റെ ഹൃദയകാഠിന്യത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നിൻ്റെ ശരീരത്തിൻ്റെ ഡെലിവറൻസ് നിനക്ക് വരാത്തത്. കാരണം എന്താണ്? നീ അജ്ഞാനത്തിലിരിക്കുകയാണ്. നീ ജാതികളെ പോലെ വ്യർത്ഥബുദ്ധി അനുസരിച്ചാണ് നടക്കുന്നത്. ദൈവത്തിൻ്റെ ബുദ്ധി അനുസരിച്ചല്ല നടക്കുന്നത്. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നാണ് നീ പോകുന്നത്. കാരണം എന്താണ്? നീ അത്യാഗ്രഹത്തോടെ ജീവിക്കുന്നത്. സകല അശുദ്ധിയും പ്രവർത്തിപ്പാനായിട്ട് ദുഷ്കാമത്തിന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഇന്ന് അതാണ് പൊട്ടേണ്ടത്. ഹല്ലേലൂയ. അവിടാണ് പൊട്ടേണ്ടത്. നിൻ്റെ ആത്മാവിലാണ് ഒരു പൊട്ടൽ വരേണ്ടത്. ഇന്നും പല കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ, റിപ്പൻറ്റ് ചെയ്യാതെ ഇരിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ ഇന്ന് അവിടെ ഒരു പൊട്ടൽ വന്നില്ലെങ്കിൽ, ദൈവനാമത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, നിൻ്റെ ജീവിതത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നതും നിൻ്റെ ശരീരത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ തന്നെ ഇരിക്കും. അത് പോകത്തില്ല. ഏത് പാസ്റ്റർ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും അത് ഇറങ്ങിപ്പോകത്തില്ല. എന്താ പോകാത്ത കാര്യം? ഇന്ന് നീ ജ്ഞാനത്തോടെ, അല്ലെങ്കിൽ നിൻ്റെ മനസ്സ് വേണ്ട രീതിയിൽ പ്രകാശിച്ചിട്ടില്ല, നിൻ്റെ ഹൃദയം വേണ്ട രീതിയിൽ പ്രകാശിച്ചിട്ടില്ല. അവിടെ ഇന്നും പല കാര്യങ്ങൾ, ചില വെസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുത്തി നിറച്ച് വെച്ചേക്കുക. അതെല്ലാം ഒന്ന് പൊട്ടി മാറണം. 1 കൊരിന്ത്യർ 2:14 ഇതേ കാര്യം പറയുന്നുണ്ട്. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അതവനെ ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. ഇന്ന് കാര്യങ്ങളെ ആത്മീയമായിട്ട് വിവേചിക്കാനായിട്ടുള്ള കഴിവ് നിൻ്റെ നഷ്ടപ്പെട്ടു പോയി. കാരണം എന്താണ്? നീ പ്രാകൃത മനുഷ്യനെ പോലെ ജീവിക്കുക. ബൈബിൾ ഒരു കയ്യിലൊക്കെ ഉണ്ട്. ബൈബിളിൽ അതൊക്കെ എഴുതിയിട്ടുണ്ട്, ശരിയാണ്. അവിടെ പോയിരുന്ന് കൈയടിച്ച് പാടി ഉപവാസ പ്രാർത്ഥനയിൽ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കുമെന്ന് നീ വിചാരിച്ചെങ്കിൽ തെറ്റിപ്പോയി. കാരണം നിൻ്റെ മനസ്സിൽ നീ അകൃത്യം കരുതിയിരിക്കുക. നീ നിൻ്റെ മനസ്സ് ശുദ്ധീകരിച്ചിട്ടില്ല. ആ സ്പിരിറ്റ് ഡാർക്കനായിരിക്കുകയാണ്. കാരണം നിൻ്റെ ഹൃദയകാഠിന്യം നിമിത്തം നീ ആ പാപത്തിൽ തന്നെ തുടർന്ന് ജീവിക്കുകയാണ്.
നിൻ്റെ നാവ് കൊണ്ട് ചെയ്യുന്ന പാപം, നിൻ്റെ മനസ്സുകൊണ്ട് ചെയ്യുന്ന പാപം, നിൻ്റെ കണ്ണുകൊണ്ട് ചെയ്യുന്ന പാപം, നിൻ്റെ ചിന്തയിൽ ചെയ്യുന്ന പാപം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കെട്ട് നിനക്ക് വന്നിരിക്കുക. ഇന്ന് രാത്രികാലം അത് പൊട്ടണം. ഞാനിത് ഓരോ പോയിൻ്റ് മനുഷ്യനെ പറ്റി അനലൈസ് ചെയ്ത് പറയുമ്പോഴേ, കർത്താവേ അത് എൻ്റേതാണെന്ന് നിങ്ങൾ ഏറ്റെടുക്കുക. കാരണം ഒരു മനുഷ്യനും പാപമില്ലാത്തതൊന്നും ആരുമില്ല. എല്ലാവർക്കും പാപമുണ്ട്, പാപം ചെയ്യാനുള്ള പ്രേരണയുണ്ട്. റിപ്പൻറ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കൂടുതലേക്ക് വരാം. നമുക്ക് എല്ലാവർക്കും പാപം ചെയ്യാനുള്ള പ്രേരണയുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിൽ കൂടി രക്തം ഓടുന്നിടത്തോളം കാലം അവൻ പാപം ചെയ്യാനുള്ള പ്രേരണയുണ്ട്. അത് മാത്രമല്ല, പിശാച് പുറത്ത് ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, മനുഷ്യനെ സംബന്ധിച്ചുള്ള അവൻ്റെ ആത്മാവ് ഡാർക്കനായി. 2 ഭാഗം ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. 2 ഭാഗം. എഫേസ്യർ 4:17, 1 Corinthians 2:10. അവൻ്റെ ഹൃദയം ഡാർക്കായിപ്പോയി. അവൻ നോക്കുന്നത് കർത്താവിനെ അല്ല നോക്കുന്നത്, അവൻ അവൻ്റെ കൂടെയുള്ള അയൽക്കാരനെയാണ് നോക്കുന്നത്. അവൻ ഏത് രീതിയിലാണ് ജീവിക്കുന്നത്? ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് കണക്ക് ബോധിപ്പിക്കേണ്ടത്. എൻ്റെ ഇടവകയിലോ എൻ്റെ പള്ളിയിലോ അല്ലെങ്കിൽ ഞാൻ പോകുന്ന സഭായോഗത്തിലോ അല്ല ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടത്. അത് വേണമായിരിക്കാം, മേ ബി, എനിക്കറിയത്തില്ല. ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടത് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലാണ് കണക്ക് ബോധിപ്പിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ ഹൃദയം എത്ര നിഷ്കളങ്കമാണ് എന്നുള്ളതനുസരിച്ചിരിക്കും കർത്താവ് ജഡ്ജ് ചെയ്യുന്നത്. അവിടെ എല്ലാം നീ ഡാർക്കൻ ചെയ്തിരിക്കുകയാണ്. ആ ആത്മാവ് ഡിറ്റോറേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പവർ ഇല്ലെന്ന്, ആ ശക്തി ഇല്ല നിൻ്റെ ജീവിതത്തിൽ. എങ്ങനെ ഇതൊക്കെ വിട്ടുമാറും? ഒന്നും വിട്ടുമാറത്തില്ല. അതുകൊണ്ട് ഞാൻ വിശ്വാസത്തോടും കൂടെ പറയുകയാണ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഇന്ന് ആരെങ്കിലും കർത്താവിൻ്റെ തേജസ് നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ യേശുവിനെ ഹൃദയത്തിൽ പൂർണ്ണമായി വിട്ടുകൊടുക്കാതെ ഇപ്പോഴും റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ കർത്താവിന് ബാക്ക് സീറ്റ് കൊടുക്കുകയാണ്, ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്തോളാം എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് തന്നെ കർത്താവിന് വണ്ടിയുടെ താക്കോല് കൊടുക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ ഡ്രൈവ് ചെയ്ത് പോകട്ടെ. അപ്പോഴവിടെ വ്യത്യാസം വരുന്നതായിട്ട് കാണാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്ട്രോങ് ആയിട്ട് ഞാനിത് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലില്ലെങ്കിൽ ഇന്നും പല കാര്യങ്ങൾ ശരിയാവാത്തതുകൊണ്ട് തന്നെയാണ് വിടുതലില്ലാത്തത്. അതുകൊണ്ട് ഇന്ന് ദൈവരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിക്കുമോ, ഒന്ന് പ്രാർത്ഥിക്കുമോ? എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ഇന്ന് ചില കാര്യങ്ങളൊക്കെ ഒന്നും ഒരു വലിയ റിലീസ് ദൈവം തരും. പല കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതനുസരിച്ച് പ്രോഗ്രസ് ചെയ്യാത്ത എല്ലാം ദൈവം നിങ്ങൾക്ക് തരും. ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞു, ഈ 50 എപ്പിസോഡ് കഴിയുമ്പോഴേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും തന്നെ ഡെലിവറൻസ് വന്നില്ലെങ്കിൽ നിങ്ങൾ ദയവായിട്ട് എനിക്ക് എഴുതുക. ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെലിവറൻസ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് എഴുതുക. ഫോൺ വിളിച്ച് പറയുക എന്തുകൊണ്ട് എനിക്ക് വന്നില്ല എന്ന് പറയാനായിട്ട്. കാരണം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം ഇതനുസരിച്ച് ചെയ്താൽ നിങ്ങൾക്ക് 100% ഡെലിവറൻസ് തരും. ഏത് സിറ്റുവേഷൻ ആയാലും, ഈവൻ എന്താ ഞാൻ പറയുന്നത്, മാനസികമായിട്ട് കുതിരവട്ടത്ത് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിൽ നിന്ന് വരെ ദൈവം ഡെലിവറൻസ് തരും. കാരണം എൻ്റെ ദൈവം അതിന് കഴിവുള്ള ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, ഈ വചനം അവരുടെ ഹൃദയങ്ങളിലെ വലിയ രൂപാന്തരം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സ്പിരിറ്റ് ഡാർക്കനായിരിക്കുന്ന ചില ആളുകൾ ഇത് കാണുന്നു. ആ ഹൃദയത്തിലെ ശുദ്ധിയില്ലാതെ ഹൃദയം ഡാർക്കനായിരിക്കുന്നവരെ, ജാതികളെ പോലെ അവരെ പോലെ ജീവിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ഹല്ലേലൂയ, അവരെ ദൈവം ശിക്ഷിക്കാതെ വിടത്തില്ല. ദൈവമേ, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവം ഞങ്ങളുടെ മതിലുകളെ ഇടിച്ച് കളവാനായിട്ട് ഒരിക്കലും ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വലിയൊരു വിടുതൽ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് അവരുടെ മനസ്സുകളെ ഒന്ന് കഴുകിക്കളവാനായിട്ട്, കർത്താവേ, അവരുടെ സ്പിരിറ്റിലുള്ള ആ കളങ്കങ്ങളെ ഒന്ന് മാറ്റുവാനായിട്ട് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. അതിനാൽ കർത്താവേ, എല്ലാ കറകളും എല്ലാ ചുളുക്കവും എല്ലാ കളങ്കങ്ങളും മാറ്റണമേ. യേശുവിനെ ഇന്നും അക്സെപ്റ്റ് ചെയ്യാതെ ഇരിക്കുന്ന, ഒള്ളി തലയിലുള്ള നോളജായിട്ട് മാത്രം ഇരിക്കുന്നവർ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അവരുടെ വില്ലിൽ ഒന്ന് കമ്മിറ്റ് ചെയ്യട്ടെ, ഇമോഷണലൊന്ന് കമ്മിറ്റ് ചെയ്യട്ടെ, കർത്താവിനെ ഒന്ന് കമ്മിറ്റ് ചെയ്യട്ടെ. ദൈവമേ, നീ ഒരു വിടുതൽ കൊടുക്കണം. അവിടെ ജീവിതത്തിൽ വന്ന് രക്ഷകനായി, പൂർണ്ണമായിട്ട് രക്ഷകനായി അവിടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവരുണ്ടല്ലോ, ഇന്ന് രാത്രികാലം യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് വിട്ടുകൊടുക്കുമോ? പള്ളിയിൽ പോയതുകൊണ്ടൊന്നും ആവത്തില്ല, പ്രാർത്ഥിക്കുന്നതുകൊണ്ടൊന്നും ആവത്തില്ല. ദൈവത്തിന് നിങ്ങൾ ഹൃദയങ്ങളെ കൊടുക്കുകയും അവിടെ ഒരു ശുദ്ധീകരണം നടക്കുകയും ചെയ്ത് ദൈവം അവിടെ വസിച്ചെങ്കിൽ മാത്രമേ വിടുതൽ വരുള്ളൂ. ദൈവമേ, ഇത് അവിടെ ജീവിതത്തിൽ വരുവാനായിട്ട് കർത്താവെ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. ശക്തമായി ആത്മാവിലുള്ള എല്ലാ കന്മഷവും മാറ്റി കഴുകി നീ ശുദ്ധീകരിക്കണം, വെടിപ്പാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കർത്താവെ ചില അസുഖങ്ങളെ ഒരിക്കലും ട്രീറ്റ് ചെയ്തിട്ട് മാറാതിരിക്കുന്ന ചില അലർജിക്ക് അസുഖങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പൊട്ടി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതിനെ കാണുന്ന റീസൺസ്, ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളും കർത്താവിന് ഹൃദയത്തിൽ വേണ്ട സ്ഥാനം കൊടുക്കാതിരിക്കുന്നതും ആയിട്ടുള്ള പാപങ്ങളെ ആ വ്യക്തിയിൽ നിന്ന് നീ മായ്ച്ചു കളഞ്ഞ്, ഇന്ന് എന്നോട് ചേർന്നൊന്ന് കൺഫസ് ചെയ്യുമോ? ആ വ്യക്തിയിൽ നിന്ന് അതൊന്ന് മായ്ച്ചു കളഞ്ഞ് ഹല്ലേലൂയ വലിയൊരു രൂപാന്തരം ഒന്ന് അവിടെ കൊടുക്കുകയും ആ അലർജിക്കായിട്ടുള്ള ഇഷ്യൂസ് 10-30 വർഷമായിട്ട് അലർജി ആയിരിക്കുന്ന ഇഷ്യൂസിൽ നിന്ന് ഇന്ന് രാത്രികാലം വലിയൊരു വിടുതൽ വരികയും ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഉറച്ച് ഡിക്ലെയർ ചെയ്യുകയാണ്, ഉറച്ച് പ്രഖ്യാപിക്കുകയാണ്. ദൈവം വലിയൊരു വിടുതൽ തരും. ഇന്ന് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം വന്നു ചേരും. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ ദൈവം വിടുവിക്കുന്ന ഓർത്ത് സ്തോത്രം. ഹൃദയത്തിലെ രൂപാന്തരവും ഹൃദയകാഠിന്യം മാറി ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തമാണ്. നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ആ പൂർണ്ണമായിട്ടുള്ള രോഗസൗഖ്യം നിങ്ങൾക്ക് ഏറ്റെടുക്കാം. കർത്താവേ, നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർമാനമായിട്ട് കാണുക. ആരെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടുകയോ വിളിച്ചു പറയുകയോ ചെയ്താൽ പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.